നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി മഞ്ജു ടീച്ചർ വിജയിച്ചു. വേലൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, വെള്ളർക്കാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ആന്റോ പോൾ എന്നിവരും, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സ്വപ്ന പ്രദീപ്, എരുമപ്പെട്ടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി സിജി ജോൺ, കുണ്ടന്നൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി PM സജി, തളി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജാഫർ മാസ്റ്റർ എന്നിവരുമാണ് വിജയിച്ചത്. കടപ്പുറം പഞ്ചായത്ത് നോളി റോഡിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. സമീപത്തെ കടയിലേക്കും തീ പടർന്നു. കൊച്ചിക്കാരൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് ഭാര്യ റസിയയുടെ ഓലമേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. ഇതേസമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. പ്രധാന രേഖകൾ ഉൾപ്പെടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കത്തിനശിച്ചു. സമീപത്തെ കടയിലേക്ക് തീ ആളിപ്പടർന്നുവെങ്കിലും കൂടുതൽ അപകടമുണ്ടായില്ല. ഗുരുവായൂർ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തീ അണച്ചു. കാണികളുടെ മനസ്സ് കീഴടക്കിയ ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം. ഗുരുവായൂർ കാവീട് ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷവേളയിലായിരുന്നു കലാക്ഷേത്ര മീര സുധൻ ചിട്ടപ്പെടുത്തിയ ശ്രീകൃഷ്ണ കഥയാട്ടം അവതരണം നടന്നത്. മോഹിനിയാട്ടവും കഥകളിയും ചേർന്ന ഈ കലാരൂപത്തിന്റെ അവതരണത്തിൽ എരിഷ്മ അജി, RLV ദിവ്യ നിഖിൽ, അമൃത രവി, മിത്ര ലക്ഷ്മി, ലക്ഷ്മി ആനന്ദ്, അഖില P കൃഷ്ണകുമാർ, ആര്യ പ്രമോദ് എന്നിവർ ചേർന്നാണ് നൃത്ത കലാരൂപം അവതരിപ്പിച്ചത്. രാജേഷ് ഗുരുവായൂർ നേതൃത്വം നൽകി. വടക്കേക്കാട് കൗക്കാനപ്പെട്ടിയിൽ പുതുതായി നിർമ്മിച്ച അലിഫ് ഇസ്ലാഹി സെന്റർ ആൻഡ് മസ്ജിദ് അസർ നമസ്കാരാനന്തരം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. പ്രമുഖ ഇസ്ലാഹി പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പാർപ്പൂർ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഉദ്ബോധന പ്രഭാഷണവും ഉണ്ടായി. ഷെജിൽ കുഞ്ഞിമോൻ ആദ്യ ബാങ്ക് നിർവഹിച്ചു. ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, വാർഡ് മെമ്പർ ഷനിൽ അപ്പു തുടങ്ങിയവർ പങ്കെടുത്തു. ആലിഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് നിഷാദ് KM, സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ്, ട്രഷറർ ഷാജി മർച്ചങ്ങാട്ട് തുടങ്ങി 11 കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ചരമം. പുന്നൂർ കുഴിങ്ങര പള്ളിക്ക് തെക്കുഭാഗം പരേതനായ പിലാക്ക വീട്ടിൽ കൊട്ടാരപ്പാട്ട് അബ്ദു മകൻ PK മുഹമ്മദ് അലി നിര്യാതനായി. 73 വയസ്സായിരുന്നു. നബീസ ഭാര്യയും. ഫൈസൽ, ഫെമീന, നൌഫൽ, റഹ്മത്ത്, ഫൗസിയ എന്നിവർ മക്കളുമാണ്. ഖബറടക്കം നടത്തി. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.